ഏവർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യപൂർവ്വ ദേശം. ബൈബിളിൽ രേഖപ്പെടുത്തിയ അനേക പ്രധാന സംഭവങ്ങൾ ഈ പ്രദേശത്താണ് നടന്നിട്ടുള്ളത്. ഇന്നും ലോക വാർത്തകളിൽ പ്രധാനമായി കാണപ്പെടുന്ന രാജ്യങ്ങളിൽ ചിലത് ഇസ്രായേൽ, ഇറാൻ, സിറിയ, ലെബനോൻ എന്നിവയൊക്കെയാണല്ലോ. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നത്തെ മധ്യപൂർവ്വ യുദ്ധങ്ങൾ അഥവാ മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങൾ ബൈബിളിലെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ബൈബിൾ ഓരോ ആധുനിക സംഭവം നേരിട്ട് പ്രവചിക്കുന്നില്ലെങ്കിലും ഇസ്രായേലും യെരുശലേമും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ നിയമത്തിൽ ഇസ്രായേലിൻ്റെ സ്ഥാനം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ അഥവാ മധ്യപൂർവ്വ ദേശ പ്രവചനങ്ങളുടെ തുടക്കം കാണുന്നത് ബുക്ക് ഓഫ് ജെനിസിസ് അല്ലെങ്കിൽ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് 3 വാഗ്ദാനങ്ങൾ നൽകുന്നതായിട്ട് കാണാം. ഒന്നാമതായിട്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, ഒരു ദേശം നിന്റെ സന്തതിക്ക് നൽകും. മൂന്നാമതായിട്ട്, അതുവഴിയായി ലോകം ഒട്ടുക്കുമുള്ള സകല ജാതികളെയും സകല ജനത്തെയും ഞാൻ അനുഗ്രഹിക്കും. ഈ 3 വാഗ്ദത്തങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളിലാണ് കാണുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഭൂമിയിലെ സകല ജാതികളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ വാഗ്ദത്തത്തിൻ്റെ പരമാവധി നിറവേറൽ സംഭവിച്ചത് മശിഹായുടെ വരവിലൂടെയാണ്. അതായത് ജീസസ് ക്രൈസ്റ്റ് മുഖാന്തരമാണ് ഈ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രത്യേക സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് മറന്നു പോരുത്. അപ്പോൾ ആ ജനത ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യേക ജനതയായിട്ടാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട്, യെരുശലേമിൻ്റെ പ്രവചന പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജെറുസലേം എന്ന നഗരം ബൈബിളിലെ പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ദൈവാലയം ഉണ്ടായിരുന്ന നഗരവും യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും അതുപോലെ യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ബുക്ക് ഓഫ് സക്കരിയ എന്ന പ്രവാചക പുസ്തകത്തിൽ യെരുശലേം അവസാന കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 2ഉം 3ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരുശലേമിൻ്റെ നിരോധത്തിങ്കിൽ അത് യഹൂദയ്ക്ക് വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അപ്പോൾ ഇത് യെരുശലേമിനെക്കുറിച്ച് യഹൂദന്മാരെക്കുറിച്ചുള്ള ഒരു പ്രവചനം സക്കരിയാവിലൂടെ ദൈവം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ യെരുശലേം രാഷ്ട്രീയമായും മതപരമായും ഏറ്റവും വിവാദമുള്ള നഗരങ്ങളിൽ ഒന്നാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പല പ്രസംഗകരും ഈ പ്രവചനങ്ങൾ ഇന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. മൂന്നാമതായിട്ട്, അവസാന കാലങ്ങളിൽ യുദ്ധങ്ങളും കലഹങ്ങളും, യേശുക്രിസ്തു തൻ്റെ വരവിന് മുമ്പായിട്ട് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ജാതിക്കെതിരെ ഉയരും. അപ്പോൾ ഇത് ഒരു പ്രത്യേക യുദ്ധത്തെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന അസ്ഥിരതയും സംഘർഷങ്ങളും വളരെ കൃത്യമായിട്ടുണ്ടാകും എന്ന് കർത്താവ് പറയുന്നതാണ്. അപ്പോൾ ആധുനിക കാലത്ത് ഇസ്രായേൽ ഉൾപ്പെട്ട നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഉദാഹരണത്തിന് 6 ഡേ വാർ എന്ന് നമ്മൾ വിളിക്കുന്ന 1967 6 ദിവസം നീണ്ടു നിന്നായിട്ടുള്ള ഒരു യുദ്ധം. അതുപോലെ തന്നെ യോം കിപ്പൂർ വാർ 1973 സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറുന്നുവോ എന്ന ചർച്ചകൾക്ക് ഇടയാക്കുന്നുണ്ട്. നാലാമതായിട്ട്, ഗോഗും മാഗോഗും എന്ന പ്രവചനം മധ്യപൂർവ്വ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ പ്രവചനങ്ങളിൽ ഒന്നാണ് ദ ബുക്ക് ഓഫ് എസെക്കിയേൽ. അതിൻ്റെ 38-ഉം 39-ഉം അധ്യായങ്ങളിൽ
ഗോഗ് എന്ന നേതാവ് നിരവധി രാഷ്ട്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രങ്ങളിൽ ഒന്നായി പേർഷ്യ എന്നൊരു പേരും അതിനകത്തുണ്ട്. ഇത് ഇന്നത്തെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ്. അതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ട് കാണുകയും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതരുമായിട്ടൊക്കെ ഇതൊന്ന് പങ്കുവെക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. അപ്പോൾ ഇതിനാൽ ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഈ പ്രവചനവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാം എന്നുള്ളതാണ്. എങ്കിലും ഈ പ്രവചനം എപ്പോൾ എങ്ങനെ നിറവേറുമെന്ന കാര്യത്തിൽ വിവിധ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അഞ്ചാമതായിട്ട് ജാതികളുടെ അന്തിമ കൂട്ടായ്മ, അല്ലെങ്കിൽ സകല ജാതികളും സകല വംശങ്ങളും ഒരുമിച്ച് കൂടി വരുന്നതിനെക്കുറിച്ച് ദ ബുക്ക് ഓഫ് യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ദൈവം ലോകജാതികളെ ഒരുമിച്ച് കൂട്ടി വിധി പറയുന്നതിനെക്കുറിച്ച് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് റെവലേഷൻ അഥവാ വെളിപ്പാട് പുസ്തകം, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ ലോക ജാതികൾ ഒത്തുചേരുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം അർമഗദോൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അർമഗദോൻ എന്നത് ഇസ്രായേലിലെ മെഗിദോ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ബൈബിളിൻ്റെ വിവരണപ്രകാരം ഈ യുദ്ധം ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടവരും ദുഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്നവരുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള അന്തിമമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ നന്മയും തിന്മയും തമ്മിലുള്ള കഠിനമായ ഒരു ഏറ്റുമുട്ടലായിരിക്കും ആ അന്തിമ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അന്തിമ വാർ. ആറാമതായിട്ട് മശിഹയുടെ മടങ്ങിവരവിനെക്കുറിച്ച് ബൈബിളിലെ പ്രവചനങ്ങളുടെ പ്രധാന പ്രത്യാശയായിട്ടുള്ള ഒരു വിഷയമാണ് യേശു ക്രിസ്തു വീണ്ടും വരും, രണ്ടാമതും വരുമെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ബൈബിളിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തന്നെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദ ബുക്ക് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു വീണ്ടും വരികയും ലോകത്തെ നീതിപൂർവം ന്യായവിധി ചെയ്യുകയും ചെയ്യും. അത് വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അവർ അവരുടെ വാളുകൾ കൃഷി ഉപകരണങ്ങളാക്കും, ജാതിക്കെതിരെ വാൾ ഉയർത്തുകയില്ല എന്ന് പറഞ്ഞാൽ സർവ ലോകത്തിലും സമാധാനത്തിൻ്റെ ആയിട്ടുള്ള ആ മഹത്വപൂർണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇത് ദൈവരാജ്യത്തിലെ സമാധാനത്തിൻ്റെ ഒരു ഭാവി ദൃശ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പട്ടിണിയും നഗ്നതയും കഷ്ടതയും ദാരിദ്ര്യവും ഒന്നുമില്ലാത്ത ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന പോലെ ഈ പാവങ്ങളെന്നുള്ള പേരൊക്കെ എടുത്ത് കളയുന്ന അങ്ങനെ തന്ത്രം കാണിക്കുന്നതല്ല, മറിച്ച് വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും സുഭിക്ഷമായും സന്തോഷമായും സമാധാനപൂർണമായും ജീവിക്കുന്ന, ജാതി ഭേദമന്യേ മതഭേദമന്യേ സർവരും ഒന്നായിത്തീരുന്ന, ഒന്നായി ജീവിക്കുന്ന മനോഹരമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമതായിട്ട് വിശ്വാസികൾക്കുള്ള അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടുള്ള ഏവർക്കുമുള്ള പ്രത്യാശയുടെ വചനങ്ങൾ അത് പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിൾ നമ്മെ ഭയപ്പെടുത്തുവാനല്ല ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന, മറിച്ച് യേശു തൻ്റെ വരവിൻ്റെ കൃത്യമായ സമയം ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിനാൽ പ്രവചനങ്ങളുടെ ഉദ്ദേശം വിശ്വാസികളെ ജാഗ്രതയോടും
വിശ്വാസത്തോടും ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശം യുദ്ധമല്ല, മറിച്ച് രക്ഷയും പ്രത്യാശയുമാണ്. അതുകൊണ്ട് മധ്യപൂർവ്വ ദേശം ബൈബിളിലെ ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും കേന്ദ്രമാണ്. അബ്രഹാമിൻ്റെ വിളിയാലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അവസാന കാല പ്രവചനങ്ങളിലും ഈ പ്രദേശം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതി അവസാനം സമാധാനത്തിലേക്കും നീതിയിലേക്കും എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ക്രിസ്തു വീണ്ടും വരും, ലോകത്ത് നീതിയും സമാധാനവും സംസ്ഥാപിതമാകും. ആ കർത്താവ് വരും വരേക്കും വിശ്വാസികൾ പ്രത്യാശയോടും വിശ്വാസത്തോടും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും സമാധാനത്തിനായിട്ട്, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് ഒരുങ്ങാനും ഒരുക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങളോട് പങ്കുവച്ചേ പറ്റുള്ളൂ. പല രാജ്യങ്ങളിലും ക്രൈസ്തവർക്കെതിരെ വളരെ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും, എത്യോപ്യയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ധാരാളം ക്രൈസ്തവ സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കേരളത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിൽ പോയിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകളോ കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത്. യാഥാർത്ഥ്യമാണ്, അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിലുമുണ്ട്. അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പറയാറില്ല. ഇതൊരു ഇരട്ടത്താപ്പാണ്. രണ്ടു കൂട്ടരും ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ രണ്ടിനെയും വിമർശിക്കാനും രണ്ടിനോടും ഒരേപോലെ സമീപിക്കാനുള്ള മാനസിക പക്വതയാണ് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.